എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ്, ഋഷി യോഗ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിങ്ങനെ സാരിയൊക്കെ കൊടുത്ത് ഒരുങ്ങി വന്നിരിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ഓണമാണ്. അപ്പം ഓണമായതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വിഷസ് അറിയിക്കാനും പിന്നെ ഒരു നല്ലൊരു മാജിക്കൽ സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് പറഞ്ഞു തരാനും കൂടിയാണ് ഞാൻ വന്നത്. അപ്പം ഓണം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് വിശേഷിപ്പിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ജാതി മതഭേദമന്യേ എല്ലാവരും കൊണ്ടാടുന്ന ഒരു കേരളീയ ഉത്സവമാണ് ഓണം എന്ന് തന്നെ പറയാം. എന്റെയൊക്കെ കുട്ടിക്കാലത്താണെങ്കിൽ ഓണം എന്ന് പറഞ്ഞാല് ഒരു ഭയങ്കര ഉത്സവം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഓണം വരുമ്പോ ഭയങ്കര സന്തോഷം. എന്താ, ഓണക്കോടി കിട്ടും, ഓണസദ്യ നമുക്ക് കഴിക്കാൻ പറ്റും, എല്ലാവരും കൂടിയിരുന്നല്ലോ ഓണസദ്യ. അതുപോലെ വീട്ടുമുറ്റത്ത് വലിയൊരു ഊഞ്ഞാല്, എൻ്റെ വീട്ടിലൊക്കെ വലിയൊരു ഊഞ്ഞാല ഇടുന്നത്, എല്ലാവരും വന്നാടുമായിരുന്നു ആ ഊഞ്ഞാല്. അപ്പൊ അത്രയ്ക്കും സന്തോഷം. ഓണം വരുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. മെയിനായിട്ട് ഓണക്കോടി, അപ്പൊ ബന്ധുക്കളൊക്കെ വരുമ്പോൾ നമുക്ക് ഓണക്കോടിയൊക്കെ കൊണ്ടുതരും, അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. അപ്പോഴാണ് നമ്മൾ പുത്തൻ ഉടുപ്പൊക്കെ കൂടുതലായിട്ട് ഇടുന്നതും കാണുന്നതും. പക്ഷെ ഇപ്പോഴെങ്ങനെയാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ദിവസവും ഓണക്കോടിയാണ്. അവർ മൊബൈലിലോട്ടൊന്ന് ടച്ച് ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ മതി, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, എവിടെ നിന്നൊക്കെ ഉടുപ്പുകൾ വരണം, ഡെയിലി വന്നോണ്ട് നമ്മുടെ വീട്ടിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എൻ്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞത് ഭയങ്കര ഭയങ്കര സന്തോഷം തരുന്നൊരു സംഭവമായിരുന്നു. ഒരു ദേശീയ ഉത്സവം, ഒരു ഉത്സവം പോലെ നമുക്ക് ഭയങ്കര ആഘോഷമല്ലേ ഓണം എന്ന് പറഞ്ഞാൽ. ഓണപ്പലഹാരം, നമ്മുടെ വീട്ടിലൊക്കെ ഓണപ്പലഹാരങ്ങൾ ഉണ്ടാക്കും. അച്ചപ്പം, മുറുക്ക്, ഉണ്ട, പക്കാവട, കളിയടയ്ക്ക, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ എൻ്റെ വീട്ടിലുണ്ടാക്കുമായിരുന്നു. എൻ്റെ അമ്മമ്മ അതൊക്കെ ഉണ്ടാക്കാൻ നല്ല മിടുക്കിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. ഇപ്പോഴെന്താണ്, ഇപ്പം കൂടുതലും വാങ്ങിച്ച ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് കൂടുതൽ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭയങ്കര ഒരു ഓർമ്മയാണ് ഓണം എന്ന് പറയുന്നത്, ഒരു സന്തോഷമാണ് ഓണം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരുമായിട്ട് ഒരുമിച്ചിരുന്ന് തറയിലിരുന്ന് തന്നെയാണ് സദ്യ കഴിക്കുക. ഇപ്പോഴും നമ്മുടെ വീട്ടിൽ അങ്ങനെ തന്നെ ഞങ്ങൾ കഴിക്കുന്നത് ഓണത്തിന്. പക്ഷെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ചെയ്യത്തില്ല. അവര് ടേബിളിലൊക്കെ ഇരുന്ന് ഓണമൊക്കെ, ഇപ്പോഴത്തെ ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലേ, അപ്പൊ അവര് അച്ഛൻ, അമ്മ, 2 മക്കള് അങ്ങനെയൊക്കെ വരുമ്പോൾ അത് അങ്ങനെ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ ജനറേഷനില്, ഇപ്പൊ എന്റെയൊക്കെ ഒരു ജനറേഷൻ എന്ന് പറയുന്ന ആ സമയത്തെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട്, ഞാനൊരു കൂട്ടുകുടുംബത്തിൽ തന്നെയാണ് വളർന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കൂടുതൽ സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ എല്ലാവരുമായിട്ട് ഇരുന്ന് തറയിലിരുന്ന് ഇലയൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് എല്ലാവരും കൂടെ ഓണസദ്യയൊക്കെ വിളമ്പി, അമ്മയൊക്കെ വിളമ്പി തന്നെ അവരിൽ അവസാനം ഇരിക്കും, ഞങ്ങളെ എല്ലാവരെയും കൂടി ഇരുത്തിയിട്ട് ഓണസദ്യയൊക്കെ. അതൊരു ഭയങ്കര ഓർമ്മയും സന്തോഷം. നമുക്ക് ഇപ്പോഴും ഓണം എന്ന് പറയുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. ഓണക്കോടിയാണ് മെയിനായിട്ട്. ഇപ്പൊ പിന്നെന്തുവാ, ഇന്നെടുത്ത സാരി നമ്മളും അങ്ങനെ തന്നെ. ഇന്ന് സാരി ഉടുത്തു കഴിഞ്ഞാൽ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ അയ്യോ അടുത്ത മറ്റവർ കണ്ടു കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി അടുത്ത നാളെ അത് ഉടുക്കത്തില്ല. ആ ഒരു കാലഘട്ടമാണ് ഇപ്പോഴ്. പക്ഷെ പണ്ട് അങ്ങനെയല്ല. അവർ അധികം ഒന്നും നമ്മൾ വസ്ത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല, നമുക്കങ്ങനെ വാങ്ങിച്ചു തരത്തതുമില്ല. വല്ല വിശേഷ ദിവസങ്ങളിലായിരിക്കും. അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ വ്യത്യാസം. ഇപ്പോഴും മൊബൈലിൽ ഇങ്ങനെ കുത്തിയിരിക്കുക. ഓണസദ്യ ഉണ്ണുമ്പോഴും മൊബൈൽ ഉണ്ടെങ്കിൽ അത്രയും നല്ലത് എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പോഴുള്ള ജനറേഷൻ. കുറ്റം പറയുകയല്ല, ഇപ്പൊ അങ്ങനെയാണ് എല്ലാവരും. അങ്ങനെയൊക്കെയാണ് ഓണത്തെക്കുറിച്ച് പറഞ്ഞാൽ. ഊഞ്ഞാലാട്ടും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു സന്തോഷമാണ്. ഓണക്കളി, രാവിലെ പുത്തൻ ഉടുപ്പങ്ങോട്ട് ഇട്ട് കഴിഞ്ഞിട്ട്, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഓണത്തിന് ഇങ്ങനെ ഉടുപ്പൊക്കെ പുതിയ ഉടുപ്പിട്ടിട്ട് അമ്പലത്തിൽ പോയി അവിടെ ഇങ്ങനെ ഒരു വളക്കച്ചവടം ഉണ്ട്. അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയാണ്. ഇങ്ങനെ ഒരു അമ്പലത്തിന്റെ മുന്നിൽ ഇങ്ങനെ വളക്കച്ചവടക്കാരിങ്ങനെ നിൽക്കുക. അന്ന് ഷോപ്പൊന്നും അല്ല, ആ ഒരു മരത്തിന്റെ അടുത്ത് ഇങ്ങനെ വളക്കാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി വളയൊക്കെ വാങ്ങിച്ച്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള വളയൊക്കെ വാങ്ങിച്ച് ഇട്ടുകൊണ്ട് വരും. അപ്പൊ അതൊക്കെ വന്നിട്ട് വന്ന് ഊഞ്ഞാലാടും, ഉപ്പേരി കഴിക്കും, സദ്യ ഉണ്ണും, ഓണക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കണം. അതാണ് വെച്ചാൽ നമ്മൾ ഏത് രാജ്യത്തായാലും നമ്മുടെ കുട്ടികളെ ആ സംസ്കാരം നമ്മൾ പഠിപ്പിക്കണം. ചിലർ പറയാറുണ്ട് ഓണമൊന്നും ആ സ്ഥലത്തില്ല എന്ന്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ എവിടെയാണോ അവിടെ നമ്മൾ ഓണസദ്യ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കണം, ഓണ ഉടുപ്പ് വാങ്ങിക്കൊടുക്കണം. അതൊക്കെ അപ്പൊ അവർക്ക് മനസ്സിലാവും ഇങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഓണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും നല്ല സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും എല്ലാ ഐശ്വര്യങ്ങളും ഉള്ള ഒരു ഓണം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എനിക്ക് 2 വർഷം ഓണം ഇല്ലായിരുന്നു. എൻ്റെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ടു. അപ്പൊ അത് കാരണം 2 വർഷം ഞങ്ങൾ ആ ഓണം മൂന്നാമത്തെ വർഷമാണിത്, ഓണം ആഘോഷിച്ചിട്ടേ ഇല്ല. ഈ വർഷമാണ് ഓണം ഒരുക്കാനായിട്ട് ഞങ്ങളൊരു സദ്യയോ ഒരു പായസമോ ഒന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. അപ്പൊ ഇപ്പം ഞങ്ങൾ ഒരുങ്ങാനായിട്ട് ഇരിക്കുകയാണ്.
പിന്നെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, കുറച്ച് ആൾക്കാർ എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കും, ടീച്ചറെ എങ്ങനെയാണ് ഈ പോസിറ്റീവായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ്, അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റുന്നതെന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കും. എനിക്ക് അതിനുള്ള ഒരു മറുപടി എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് എനർജിയാണ്. നമ്മളിലൊരു എനർജി ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് സങ്കടങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, നമുക്കൊരു പോസിറ്റിവിറ്റി നമ്മളിലേക്ക് എപ്പോഴും വരും. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അടിയിരിക്കുന്ന ചെടികളാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന, പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് ഈ ചെടികൾ. എനിക്ക് മുന്നേ ഒരുപാട് ചെടികളുണ്ട്, അതാണ്ട് നിങ്ങൾ കാണാമല്ലോ ചെടികളൊക്കെ, ഒരുപാട് ചെടികളുണ്ട്. ഇപ്പൊ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. നമ്മൾ ഈ ചെടിയെ എടുത്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഒത്തിരി സന്തോഷമാണുള്ളത്. എൻ്റെ കുട്ടിക്കാലത്ത് ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 5-6 വയസ്സ് അല്ലെങ്കിൽ ഒരു 8 വയസ്സാവുന്ന എനിക്ക് നല്ല ഓർമ്മയുള്ള ഒരു സമയത്ത് മുതൽ ഞാൻ ചെടി നടും. ചെടി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ചെടി. കാരണം എന്ന് വെച്ചാൽ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിനൊത്തൊരു പൂ പിടിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ചെടിയെ സ്നേഹിക്കുന്ന, ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാവും. ചിലർ ചോദിക്കും ഇവർക്ക് വട്ടാണോ ഇരുന്ന് പറയുന്നത്. ചെടി എന്ന് പറഞ്ഞാൽ അത്രയും പോസിറ്റീവ് എനർജി തരുന്നതാണ്. എൻ്റെ ആ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട് നിറച്ചും ചെടിയാണ്. ഞാൻ ചെടി വെച്ച് പിടിപ്പിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ചെടിയാണ് ഞാൻ നോക്കുന്നത്. ആദ്യം ഫസ്റ്റ് നോക്കുന്ന ചെടിയാണ്. ചെടിയിൽ ഒരു പൂ പിടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മൊട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ ചെടി എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്തൊരു നമ്മൾ അതിനോട് സംസാരിക്കാൻ നിൽക്കുക. നമ്മളത് നിങ്ങൾ കേൾക്കണം. ഇപ്പൊ ഒരു ചെടി വന്നു, ആ ചെടിയോട് രാവിലെ വന്നിരുന്ന നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും നമുക്ക് പറയാനുള്ള ഒരു മനസ്സ് വേണം. അല്ല വെറുതെ ചെടി നടുകയല്ല. രാവിലെ എല്ലാ ദിവസവും രാവിലെ എൻ്റെ ഹസ്ബൻഡൊക്കെ പറയും ഇവർക്ക് പ്രാന്താണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഞാൻ ഈ ചെടി എടുത്ത് വന്നിരുന്ന് സംസാരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നതാണ് ഈ ചെടി. അതെൻ്റെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ഇവിടെ വരുന്ന പലരും പറയും ടീച്ചറെ ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അത് തീർച്ചയായിട്ടും ഈ ചെടികൾ തന്നെയാണ്. ഇപ്പം വളരെ കുറവാണ്, പക്ഷെ ചെടി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് ചെടി വെക്കുക, അതിലൊരു സന്തോഷം. പിന്നെ അതുപോലെ ഓക്സിജന്റെ അളവ് നമുക്ക് നന്നായിട്ട് കൂടും. അപ്പൊ നമ്മൾ ആ ചെടിയെടുത്ത് നിൽക്കുകയും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം. അവർ റിപ്ലൈ തരും, ഉറപ്പാണ്. നിങ്ങളൊരു വട്ടായിട്ട് എനിക്ക് തോന്നിയാലും ശരി തന്നെ, നമ്മൾ ഒരു ചെടി പൂ പിടിക്കാതെ നിൽക്കുന്ന ഒരു ചെടി ഒരു 10 ദിവസം അയ്യോ എന്താ അതിനകത്തൊരു പൂ വന്നില്ലല്ലോ നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ, 11ാമത്തെ ദിവസം അതിനകത്ത് പൂ വരും. അതാണ് ചെടി എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെടികളെയൊക്കെ സ്നേഹിക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവ് എനർജി വരും. കുട്ടിക്കാലത്തെ നമ്മൾ ഇങ്ങനെ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാനൊരു ചെടി കൊണ്ടുവച്ചിട്ട്, നിങ്ങൾക്കത് കേൾക്കുമ്പോൾ ഒരു വല്ലായ്മ തോന്നുമായിരിക്കും. ചെടി കൊണ്ടുവച്ചിട്ട് എനിക്ക് സ്കൂളിൽ ചെന്നാൽ എൻ്റെ ചെടി എന്തായിരിക്കും, അത് ഉണങ്ങി കാണുമോ അല്ലെങ്കിൽ അതിനകത്ത് മൊട്ട് വന്ന് ആ ഒരു വിചാരത്തിൽ വരെ ഞാൻ ഇരുന്നിട്ടുണ്ട്. അത്രയും ഞാൻ ചെടിയെ സ്നേഹിക്കുന്നതാണ്. അതിൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതലുള്ളത്. ഇവിടെ വരുന്ന പലരും ചോദിക്കുന്നത് ചെടി വീടാണോ എന്നൊക്കെ ചോദിക്കും. ഇതിലും കൂടുതൽ ചെടി ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അതാണ്ട് എൻ്റെ ചെടികൾ എന്ന് പറഞ്ഞത് കുറേ ചെടികൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ അങ്ങ് പോയി. ഒത്തിരി ചെടി ഉണ്ടായിരുന്നു, ഇവിടെ ഒക്കെ തൂക്കിയിട്ടേക്കുന്നതാണ്. എല്ലാം ഇപ്പൊ പോയി. അച്ഛനും അമ്മയൊക്കെ സുഖമില്ലാതിരുന്ന സമയത്ത് ചെടിയെ നോക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ കുറെ ചെടികൾ നഷ്ടപ്പെട്ട് എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, അറിയാമല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് യോഗ, ആ ഓൺലൈൻ ക്ലാസ്, പിന്നെ യൂട്യൂബ് ചാനല്, 2 ചാനൽ എനിക്കുണ്ട്, അത് ചെയ്യണം. പിന്നെ വീട്ടിലെ സകല കാര്യങ്ങളും ചെയ്യണം. എല്ലാത്തിൻ്റെ കൂടാണ് ഈ ചെടിയെ ഞാൻ നോക്കുന്നത്. അപ്പം നമ്മൾ സമയമില്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും, നമുക്ക് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർഗവുമുണ്ട്. നമുക്ക് സമയം കണ്ടെത്തി കുറച്ച് ചെടികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മനസ്സിന് നല്ല ശാന്തിയാണ്. ആ സന്തോഷം നമുക്ക് മറ്റാരിൽ നിന്നും കിട്ടത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ചെടിയൊക്കെ വളർത്താൻ നോക്കുക. എൻ്റെ ചെറിയ കൊച്ചു ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അധികമൊന്നുമില്ല, കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. ഇപ്പം അതിനകത്ത് പൂവൊന്നുമില്ല. ഇപ്പം എല്ലാം പൂവ് മാറി പോയി. കുറച്ച് ഇവിടേക്കുന്ന ചെടികളൊക്കെയാണ്. നല്ല നല്ല ചെടികളുണ്ടായിരുന്നു. പണ്ടാണെങ്കിൽ നമ്മൾ പൈസ കൊടുത്തൊന്നും വാങ്ങിക്കത്തില്ല. വെറും ഒരു ചെറിയ ചെടി കൊണ്ടുവച്ചാൽ അതിലെനിക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷെ ഇപ്പോഴൊക്കെ അതിലൊത്തിരി മാറ്റങ്ങളൊക്കെ വന്നു. ചെടിയൊക്കെ ഉണങ്ങിപ്പോയി കേട്ടോ. അധികം ചെടിയൊന്നും ഇല്ല. മുമ്പ് ഞാനൊരു ചെടിയുടെ എൻ്റെ പൂന്തോട്ടം എന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഒത്തിരി ചെടികളുണ്ട്. അതിൻ്റെ ഇവിടെയൊക്കെ കുറച്ച് ചെടികളൊക്കെ ഇവിടെ ഉണ്ട്. നിങ്ങളിപ്പോ എനിക്ക് ഇങ്ങോട്ട് വന്നു നിന്നപ്പോ ഈ ചെടിയൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് കേട്ടോ. വേണ്ട ഇവിടെ ഉണ്ട്.
ഇവിടെയൊക്കെ ഉണ്ട് കുറച്ച് ചെടികൾ. സ്ഥലപരിമിതി ഉണ്ട്. ഉള്ള സ്ഥലത്ത് ഞാൻ കുറെയൊക്കെ ചെടികൾ വെച്ചിട്ടുണ്ട്. ഇവിടൊക്കെ സ്ഥലം കുറവാണ്. ഇവിടെയൊക്കെ ഇതൊക്കെ എൻ്റെ ചെടികളാണ്. ഇതെല്ലാം ഞാൻ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത്. ആരും എന്നെ ഹെൽപ്പ് ചെയ്യാനില്ല കേട്ടോ. ചെടികളൊന്നും ആരും തൊടത്തേ ഇല്ല. എൻ്റെ ചെടികളാണ് ഇതെല്ലാം. ഒക്കെ തൂക്കിയിട്ടിരിക്കുന്ന എൻ്റെ ചെടികളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൻ്റെ അകത്ത് ചെടി വെക്കണം. അതും കുറച്ച് നമുക്ക് നല്ല ഓക്സിജൻ കിട്ടും. പിന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളേ, 1-2. നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് വെക്കുന്നത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും ഓക്സിജന്റെ അളവ് കൂട്ടാനും ഒക്കെ നല്ലതാണ്. 2-3 ചെടികളൊക്കെ നമ്മളിവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ. അത് കുറച്ച് വെക്കുന്നത് നമുക്കൊരു സന്തോഷമാണ് മനസ്സിന് തരുന്നത്. ഇവിടെ ഉണ്ട്. അതാണ്ട് എൻ്റെ മണിപ്ലാന്റ് ആണ്. ഇങ്ങനെ നമ്മൾ മണിപ്ലാന്റ് ഒക്കെ ഇങ്ങനെ തൂക്കിയിടണം. ഇവിടെ മണിപ്ലാന്റ്, ഈ ഒരു ഭാഗത്ത് നമുക്ക് മണിപ്ലാന്റ് ഇടുന്നത് വളരെ നല്ലതാണ്. കുറച്ച് ചെടികളൊക്കെ ഉള്ളേ, ഇത്രയൊക്കെ ഉള്ളു. പിന്നെ അതാണ്ട് ഇവിടെ കുറച്ച് ഇവിടെയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് ചെടികളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അത്രയും മതി, അങ്ങോട്ട് പോട്ടെ. ഇങ്ങനെ നമ്മൾ റൂമിനകത്തൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമിനകത്തൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴും ഒക്കെ നല്ലൊരു സന്തോഷമാണ്. അപ്പൊ ഇതൊക്കെയാണ് എൻ്റെ ചെടിയുടെ വിശേഷങ്ങൾ. കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നേ ചെടിയെ കുറിച്ച്. ഞാൻ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുമ്പോഴേക്കും ടീച്ചറിന്റെ ചെടി ഒന്ന് കാണിച്ചോട്. അതുകൊണ്ട് ഞാൻ കാണിച്ചതാണ് നിങ്ങളെ. കുറച്ചേ ഉള്ളൂ. മുന്നേ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് കുറെ കൂടെ ചെടികളൊക്കെ ഉണ്ട്. നിങ്ങളെല്ലാവരും ചെടി വളർത്തണം. സന്തോഷം കണ്ടെത്താം. എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ടിരിക്കാം. എല്ലാവരും 2 ചെടിയെങ്കിലും നമ്മുടെ മുറ്റത്ത് വളർത്തുക. ഒത്തിരി സന്തോഷമായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ആ മിറാക്കിൾ സ്വിച്ച് വേർഡിലേക്ക് കിടക്കാം. അത് മറ്റൊന്നുമല്ല, പ്രൈസ് ഡിവൈൻ ബ്രിങ് ഡിവൈൻ. പ്രൈസ് ഡിവൈൻ ബ്രിങ് ഡിവൈൻ. അതെന്ന് പറഞ്ഞാൽ നല്ലൊരു മിറാക്കിൾ സ്വിച്ച് വേർഡാണ്. അത് ഞങ്ങൾ എഴുതി കാണിക്കുന്നതായിരിക്കും. അതിനകത്ത് ഞാൻ എഴുതി കാണിക്കാം. അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. പ്രൈസ് ഡിവൈൻ ബ്രിങ് ഡിവൈൻ. ഇത് നല്ല പോസിറ്റിവിറ്റി തരുന്നത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു സ്വിച്ച് വേർഡാണ്. അത്ഭുതമാണ്, മിറാക്കിളാണെന്ന് തന്നെ പറയാം. നമുക്കിതിപ്പം ഒരു സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കുക, നമ്മൾ കരഞ്ഞും വഴക്കിട്ടും ഒന്നും ഇരിക്കുന്ന സമയത്തല്ല, അല്ലാതെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൽ നിങ്ങൾക്കൊരു 2-3 മിനിറ്റ് നിങ്ങൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നിങ്ങളിത് ആവർത്തിച്ച് പറയുക. ഇതിനകത്ത് എണ്ണം ഒന്നുമില്ല. പ്രൈസ് ഡിവൈൻ ബ്രിങ് ഡിവൈൻ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾക്ക് എത്ര പറയാമോ അത്രയും പറയും. നിങ്ങൾ ഒരു ആഗ്രഹങ്ങളും വെച്ച് പറയേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫിൽ എല്ലാം പോസിറ്റീവായിട്ട് നടക്കും. ഇപ്പം നമുക്ക് തടസ്സമുണ്ട്, ജോലിക്ക് പോകുന്ന ജോലിയുടെ തടസ്സം, അത് കിട്ടുന്നില്ല, ഒരുപാട് നാൾ അപ്ലൈ ചെയ്യുന്ന കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗൾഫിൽ പോകാനായിട്ട് വിസയ്ക്ക് തടസ്സം, അല്ലെങ്കിൽ കല്യാണത്തിന് തടസ്സം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അഡ്മിഷന് തടസ്സം, അങ്ങനെ വരുന്ന സമയത്തൊക്കെ അതെല്ലാം സംഭവിക്കും. അതെല്ലാം പോസിറ്റീവായിട്ട് നടക്കും. അതാണ് ഈ സ്വിച്ച് വേർഡിന്റെ ഗുണം. അല്ലാതെ ഇത് 10 പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ ഇതൊരു 20 പ്രാവശ്യം എഴുതുക, അങ്ങനെ ഒന്നുമല്ല. നമ്മുടെ ലൈഫേ മാറും, ഉറപ്പായിട്ട് മാറും. നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും ഒരു പോസിറ്റിവിറ്റി വരും. നിങ്ങളിത് ഡെയിലി പറഞ്ഞു നോക്കുക. അപ്പം നിങ്ങൾ തന്നെ പറയാം, അയ്യോ ശരിയാണല്ലോ, ഒരു മാറ്റം നമുക്ക് സംഭവിക്കുന്നു. പ്രധാനമായിട്ടും നമുക്ക് സമാധാനം കിട്ടും, ശാന്തി കിട്ടും. വീട്ടിലുള്ള തമ്മിലുള്ള വഴക്ക്, പ്രശ്നങ്ങൾ, ആ ഒരു നെഗറ്റിവിറ്റി എല്ലാം മാറാനായിട്ട് ഈ സ്വിച്ച് വേർഡ് വളരെ നല്ലതാണ്. ഡെയിലി നിങ്ങളിത് പറയുക. ഒരു 2-3 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ ഒക്കെ പറയുന്നത് വളരെ നല്ലതാണ്. അപ്പം നിങ്ങൾക്ക് എത്ര പറയാൻ പറ്റും അത്രയും. പക്ഷെ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് മനസ്സിന് സമാധാനത്തോടു കൂടി ഇരുന്ന് പറയണം. നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്. പക്ഷെ ഇത് പറയുമ്പോൾ കുറച്ച് മനസ്സിനെ ഒന്ന് ശാന്തമാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് പറയാം, അല്ലാതെയും പറയാം. അപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം
പോസിറ്റീവായിട്ട് നടക്കും. അതാണ് ഈ സ്വിച്ച് വേർഡിന്റെ ഗുണം. അല്ലാതെ എനിക്ക് ഇന്നത് പറഞ്ഞാൽ ഇന്നത് കിട്ടും, ഒരു കാര്യത്തിന് വേണ്ടി അങ്ങനെ ഒന്നുമല്ല. നിങ്ങളൊന്നും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോകുമ്പോഴാണല്ലോ നമ്മൾ ഈ സ്വിച്ച് വേർഡ് ഒക്കെ പറയുന്നത്. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഓട്ടോമാറ്റിക്കലായിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരും. അപ്പം എനിക്ക് ഈ ഓണത്തിന് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യമാണ് ഈ സ്വിച്ച് വേർഡ് നിങ്ങൾ എല്ലാവരും പറയുക. അല്ലാതെ ഇനിയിപ്പം വേണമെങ്കിൽ കമന്റ് വരും, ഓ ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, ഇനി ജോലിക്കൊന്നും പോകണ്ട, നമുക്കിതെല്ലാം നടക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ ജോലിയും നിങ്ങൾ ചെയ്യേണ്ട എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങളിത് പറയുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നടക്കും. അപ്പൊ എല്ലാവരും ഇത് ചെയ്യുക. ഇത് ഞാൻ ഇതിന്റെ പുറത്ത് എഴുതി കാണിക്കാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ എല്ലാ വ്യൂവേഴ്സിനും എന്നെ ഇന്നേ വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. ഹാപ്പി ഓണം. ബൈ.